കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ്, നിങ്ങളെ ജീവിതം വേസ്റ്റ് ആക്കണ്ട. ഈ പൊട്ട പുസ്തകത്തില് ഒരു ദൈവികതയില്ല. ഇത് അള്ളാഹുവിന്റെ പുസ്തകമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മെനക്കെടേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ഓഫ് ടൈമാണ്. നിങ്ങള് ഈ അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ ഹിന്ദുക്കളോടും ചോദിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ അമ്പലത്തിൽ പോയതൊക്കെ വേസ്റ്റ് അല്ലേന്ന് പറയാം. വാസ്തവം തന്നെയാണ്, വേസ്റ്റ് തന്നെയാണ്, ഒരു കാര്യമില്ല. പക്ഷേ ഹിന്ദുക്കൾ എത്ര പേര് ഈ അവരെ മതത്തിന് വേണ്ടി മെനക്കെടുണ്ട്? ഒരു മനുഷ്യല്ലേ, ഏത് ഹിന്ദുവാണ് എന്തെങ്കിലും ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ അമ്പലത്തിൽ പോകാന്നല്ലാണ്ട് അത് തന്നെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കൾ ചെയ്യുന്നില്ല. സത്യം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മതത്തിനും മരണാനന്തര ജീവിതത്തിനും കൂടെ ഒരു നിക്ഷേപിക്കുന്ന സമയം ഏറ്റവും അധികം ചെലവാക്കുന്നതും ത്യാഗം ചെയ്യുന്നതും, അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നതും, അത് പോട്ടെ, മരിക്കാൻ കൊല്ലാൻ വേണ്ട, ത്യാഗം ചെയ്യുന്ന ഒരു ജനസമൂഹം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അവര് ഈ 5 നേരം നിസ്കാരം, 1 മാസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, പിന്നെ ഹജ്ജിന് പോവുക, പിന്നെ എന്തോ സ്വർഗമുണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ നരകത്തിൽ ചുട്ട് പഴിപ്പിക്കും എന്ന് പറഞ്ഞ് പേടിക്കുക. കക്കൂസ് പോകുമ്പോ ഒരായത്ത്, കക്കൂസിന് പുറത്തിറങ്ങുമ്പോ ഒരായത്ത്, ഭക്ഷണം കഴിക്കുമ്പോ ഒരായത്ത്, മണ്ണാങ്കട്ട ഒരായത്ത്, ആ ആയത്ത് ഈ ആയത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്രയധികം ഈ മതത്തിന് വേണ്ടി നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒരു മതസ്ഥരും ഇതിനു വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഹിന്ദുക്കൾ എന്ത് ഇൻവെസ്റ്റ്മെന്റാ ചെയ്യണം മതത്തിന് വേണ്ടി? എന്തോ ഒരു ദൈവമുണ്ട്, രാമന്റെ, കൃഷ്ണന്റെ വെച്ചാൽ അത്ര ഇരിക്കുന്നുള്ളൂ. അല്ലാണ്ട് അവര് ജീവിതം, അവര് നോർമൽ ആൾക്കാരുമായി തന്നെ നടക്കണു, ജീവിക്കാൻ നോക്കുന്നു. അല്ലാണ്ട് അവര് സമയമൊന്നും ചെലവാക്കുന്നില്ല. ഈ മുസ്ലിങ്ങളാണ് 5 നേരം നിസ്കാരം, 1 മാസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ഇതിങ്ങനെ വിചാരിച്ച് നടക്കുക. സ്വർഗവും നരകവും, അല്ലെങ്കിൽ അതാവും നരകത്തിനെ പേടിച്ചിട്ടും സ്വർഗത്തിൽ എത്താനും ഈ സ്വപ്നമൊക്കെ കണ്ടിരിക്കുന്നത്. ഈ നിങ്ങളുടെ എത്രയോ മുസ്ലിങ്ങള് ഈ നല്ലൊരു മുഖമുള്ള മുസ്ലിങ്ങള് താടിയും വെച്ചിട്ട് മീശയും വടിച്ച് മുഖം മുഴുവൻ വൃത്തികേടാക്കി, അത് കൂടാണ്ട് എന്താ പറയാ, ഈ പാന്റ് ഇടുന്നത് കണ്ടുണ്ടോ? ഓരോ ഈ നെരിയാണിന്റെ മുകളിലുള്ള പാന്റ്, എന്ത് സ്വന്തം ശരീരത്തിന് വികൃതമാക്കി, ജനിച്ച ഉടനെ പെൻസിൽ കൂർപ്പിക്കും. അതും കഷ്ടപ്പെട്ട് എന്തൊക്കെ ത്യാഗങ്ങളാണ് നിങ്ങള് ഈ മുസ്ലിങ്ങൾ രാവിലെ മുതൽക്ക് ഒരു ദിവസം ചെയ്യുന്നത്. എന്തൊക്കെ ആയത്തുകളാണ്, എന്തൊക്കെ സ്വപ്നങ്ങൾ, എന്തൊക്കെ സ്വർഗത്തിനെ കുറിച്ചുള്ള ചിന്തയും നരകത്തിനെ കുറിച്ചുള്ള പേടിയും, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്നേഹവും സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന ഈ ഒരു സ്വപ്ന ലോകത്തിൽ നിങ്ങൾ കഴിയാണ്. അപ്പോ ഇത് വെറും പൊള്ളയാണ്. ഇതിൽ ഒരു സത്യാവസ്ഥയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. വേറെ ഒരു സത്യാവസ്ഥയില്ല. ഞാൻ ഈ ഖുറാന്റെ കംപ്ലീറ്റ് വായിച്ചതാണ്. ഒരു സാധനവുമില്ല. മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഒരു മതമാണ്. അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി, അയാൾ ഒരു ഭരണാധികാരി ആവാനും, അയാള് ഈ മെക്കയിലുള്ള കാബേന്റെ ഒരു ഭരണാധികാരി ആവാനും ഉണ്ടാക്കിയ ഒരു പൊട്ട സംഭവമാണ്. അങ്ങനെ ആയിരക്കണക്കിന് അതേമാതിരിയുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇപ്പോ സായിബാബ തുടങ്ങിയ ആൾക്കാർ എല്ലാവരും എന്തോ ദൈവത്തിന്റെ ഒരു അവതാരമാണെന്ന് പറഞ്ഞു നടക്കല്ലേ. അപ്പൊ അതേമാതിരിയുള്ള നിങ്ങൾ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഒരു സമയവും ചെലവാക്കണ്ട. ഇതിൽ ഒരു സത്യാവസ്ഥയില്ല. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്വർഗത്തിൽ എത്താൻ പോണില്ല, ഒരു സാധനം ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു സാമാന്യ മനുഷ്യനായിട്ട് ഒരു ജീവിതം ആസ്വദിക്കാനുള്ള എല്ലാ സ്റ്റെപ്സും അത് നിങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാറുള്ളത്.
നാസിർ ബ്രദറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഈ മുകുളന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യം രാമനും? പറയാം. ഞാൻ ആലങ്ങാട് സാർ ഒരുപാട് നാളായില്ലേ വന്നിട്ട്. ആലങ്ങാട് സാറിന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയായിരുന്നു. നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ആലങ്ങാട് സാർ. അതെ 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 അതെ. ആലങ്ങാട് സാറിന്റെ പ്രഭാഷണം ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതെ, ആലങ്ങാട് സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. മുഗളന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യവും രാമനും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു ഇച്ചിരി കാര്യം പറയാനുണ്ട്. അപ്പൊ ആലങ്ങാട് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ സത്യം പറഞ്ഞാല് ഇസ്ലാമിന് വേണ്ടി ഇത്രയധികം മുസ്ലിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പോലെ വേറെ ഒരു മതക്കാരും അവരുടെ മതത്തിന് വേണ്ടി ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു വസ്തുതയാണ്. ആലങ്ങാട് സാറ് പറഞ്ഞൊരു വസ്തുതയാണ്. അതായത് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഇസ്ലാമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യനെ പറ്റി പറയുന്നത്, അവിടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ലാപ്ടോപ്പോ പിന്നെ തഫ്സീറുകളോ ഒന്നും മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ല. എന്റെ ഡ്യൂട്ടി അങ്ങനെയാണ്, നമ്മുടെ ജോലി അങ്ങനെയാണ്. നമുക്ക് അത് ചുമന്നുകൊണ്ട് നടക്കില്ല. എന്റെ ഓർമ്മകളിൽ നിന്ന് എടുത്താണ് നിങ്ങളോട് ആയത്തുകൾ പറയുന്ന, ഹദീസ് പറയുന്ന എല്ലാം എന്റെ ഓർമ്മകളിൽ നിന്ന് എടുത്താൽ. കാരണം നമ്മുടെ ഓർമ്മകളിൽ അത്രയധികം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഓർമ്മകളിൽ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വലിയൊരു പണ്ഡിതനാണ്. അയാളുടെ പേര് ഞാൻ ഓർക്കുന്നത്. ഹദീസൊക്കെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പണ്ഡിതനാണ് അയാള്. ഈ അറബി രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും, ഈത്തപ്പഴം കഴിക്കുന്ന കൂടാതെ അവര് ഈ തണ്ണിമത്തൻ ഒരുപാട് കഴിക്കുന്നവരാ. കാരണം അവിടെ ഈ ചൂടാണല്ലോ, ചൂട് പ്രദേശമായതുകൊണ്ട് ഈ തണ്ണിമത്തിന് നല്ല തണുപ്പ് കിട്ടും. തണുപ്പും നല്ല മധുരവും ഉണ്ടുകൊണ്ട് ഈ തണ്ണിമത്തിന് ഒരുപാട് ചെലവാകുന്ന ഒരു രാജ്യമാണ് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഈ മനുഷ്യൻ തണ്ണിമത്തൻ കഴിക്കുകയില്ല. അപ്പൊ ഒരിക്കൽ ഈ അറബികളെല്ലാം തണ്ണിമത്തൻ കഴിക്കുന്നവരാ. അപ്പൊ ഇയാളോട് ചോദിച്ചു, താങ്കൾ എന്താണ് തണ്ണിമത്തൻ കഴിക്കാത്തതെന്നൊരു ഒരാൾ ചോദിച്ചു. ഒരു ശിഷ്യൻ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞതെന്നറിയോ, മുഹമ്മദ് നബി ആ തണ്ണിമത്തന് എങ്ങനെയാണ് കടിച്ചത് എന്ന് എനിക്കറിയില്ല. അതായത് തണ്ണിമത്തൻ നമ്മളെ പൂളിക്കഴിഞ്ഞാൽ കടിച്ചെടുക്കുമല്ലോ, കടിച്ചെടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മുഹമ്മദ് നബി അത് എങ്ങനെയാണ് ആ തണ്ണിമത്തൻ കടിച്ച രീതി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണ്. കാരണം ഇവരുടെ മതത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടവരാണ്. സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്ന ആയത്തിൽ നിങ്ങൾ ഖുർആൻ ആയത്ത് എടുത്തോ, അതിലെല്ലാം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലാഹ് സ്വർഗം തരും എന്ന് പറയുന്നുണ്ട്. ഈ സൂക്ഷ്മത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് നബി എങ്ങനെയാണ് തൂറിയത് ആ രീതിയിൽ തൂറുക, മുഹമ്മദ് നബി എങ്ങനെയാണ് മുള്ളിയത് ആ രീതിയിൽ മുള്ളുക, മുഹമ്മദ് നബി എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് ആ രീതിയിൽ ഭക്ഷണം കഴിക്കുക, മുഹമ്മദ് നബി എങ്ങനെയാണ് സ്ത്രീകളെ ഭോഗിച്ചത് ആ രീതിയിൽ സ്ത്രീകളെ ഭോഗിക്കുക. അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ സൂക്ഷ്മത തെറ്റിപ്പോയി. അപ്പൊ മുഹമ്മദ് നബി കാണിച്ചു തന്നാണ് ഇസ്ലാമിന്റെ അടയാളങ്ങളും ഇസ്ലാമിന്റെ ആദർശങ്ങളും ഇസ്ലാമിന്റെ മാതൃകകളും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. കാരണം ഖുർആനിൽ തന്നെ ആയത്തുണ്ട്, മുഹമ്മദിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്ന ആയത്തുണ്ട്. അപ്പൊ മുഹമ്മദ് നബി എന്താണോ മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാല് അതിന് പറയുന്ന പേരാണ് മക്രൂഹ് എന്ന് പറയും. അറബിയിൽ മക്രൂഹ് എന്ന് പറയും. കാരണം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, എന്നാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയുമല്ല, അതിന്റെ ഒരു ഇടയിൽ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ തണ്ണിമത്തം കഴിക്കാതിരുന്നത്. കാരണം തണ്ണിമത്തം മുഹമ്മദ് നബി എങ്ങനെയാണ് കടിച്ചെടുത്തത് എന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളി കണ്ടിട്ടില്ല തണ്ണിമത്തം മുഹമ്മദ് നബി കടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് പുള്ളി തണ്ണിമത്തൻ എന്ന് പറയുന്ന ആ അറേബ്യൻ രാജ്യത്ത് മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും തണുപ്പ് കൊടുക്കുന്ന, ചൂട് സമയത്ത് ഏറ്റവും തണുപ്പ് കൊടുക്കുന്ന ആ ഭക്ഷ്യവസ്തു, ആ പഴവർഗം അദ്ദേഹം പാടെ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ, ഞാൻ പറയാൻ കാര്യം മുഹമ്മദ് നബി പറഞ്ഞല്ല, ആലങ്ങാട് സാർ പറഞ്ഞതിനൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞ. കാരണം മുഹമ്മദ് എന്താണോ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ മുമ്പോട്ട് പോവുക എന്നാണ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർ മുഹമ്മദ് നബിക്ക് മാതൃക ഉണ്ടെന്നുള്ള എം അക്ബർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മുഹമ്മദ് നബി മാതൃകാ പുരുഷനാണ്, മുഹമ്മദ് നബിയിൽ മാതൃകയുണ്ട്, ആർക്കും മാതൃക പിൻപറ്റാം മുഹമ്മദ് നബി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ക്ലബ് ഹൗസുകളിൽ ചോദിച്ചിട്ട്, മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റുന്നവരാണെങ്കിൽ എന്തേ നിങ്ങൾ 13 കെട്ടുന്നില്ല? മുഹമ്മദ് നബി 13 കല്യാണം കഴിച്ച ആളാണ്. എന്തേ ഒരു മുസൽമാന്റെ വീട്ടിൽ പോകുമ്പോൾ 13 ഭാര്യമാരെ കാണുന്നില്ല? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഇപ്പം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിക്ക മുസ്ലിങ്ങളുടെ വീടുകളും ചെന്ന ഒറ്റ ഭാര്യനെ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലെ 2 ഭാര്യ, അതിൽ കൂടുതൽ നമ്മൾ കാണുന്നില്ല. 13 കെട്ടുന്ന ആരുണ്ട്? ഇപ്പൊ താഴെ കേരളൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്നേച്ച് ആലങ്ങാട് സാറിനോട് ചോദിച്ചു, ആലങ്ങാട് സാർ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പഠിച്ചിട്ടുണ്ട് കേരളൈറ്റ്, ഞാൻ മദ്രസയിൽ പഠിച്ചവനാണ്. 7ാം ക്ലാസ് വരെ മദ്രസയിൽ പോയവനാണ്, 7 കൊല്ലം മദ്രസയിൽ പഠിച്ചവനാണ് ഞാൻ. അപ്പം ഈ 13 കെട്ടുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? മുഹമ്മദിന്റെ മാതൃകയിൽ എന്തേ കെട്ടിയില്ല? അല്ലെങ്കിൽ 11, ഇനി 11എങ്കിലും ആയിട്ട് നിങ്ങൾ കെട്ടുന്നില്ലല്ലോ. അതേപോലെ മുഹമ്മദ് നബി 53 വയസ്സുള്ളപ്പോൾ 5 വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിച്ചിട്ടുണ്ട്.
9 വയസ്സുള്ളപ്പോൾ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു 5 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് ഒരു 53കാരൻ ഒരു പണ്ഡിതൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക പണ്ഡിതനോ ഇസ്ലാമിക ഇമാമോ വന്നേച്ച് നിങ്ങളോട് പെണ്ണി ചോദിച്ചാൽ നിങ്ങളുടെ 5 വയസ്സുള്ള മകളെ കെട്ടിച്ചു കൊടുക്കുമോ? 9 വയസ്സ് വരെ 4 വയസ്സ് വരെ വീട്ടിൽ വെച്ചിട്ട് 9 വയസ്സാകുമ്പോൾ ആ കൊച്ചിനെ ഇന്നാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ നിന്റെ ഭാര്യയായി എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കിളവന് വിട്ടുകൊടുക്കുമോ? 53 വയസ്സുള്ള കിളവന് നിങ്ങൾ 53 വയസ്സാകുമ്പോൾ 56 വയസ്സായി. അന്നേരം 56 വയസ്സുകാരന് നിങ്ങൾ 9 വയസ്സുള്ള നിങ്ങളുടെ ബാലികയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിട്ടുകൊടുക്കുമോ? ഇനി നിങ്ങളുടെ ഒരു മകളെ 3 ഭാര്യമാരുള്ള ഒരു പുരുഷന് 4ാമത്തെ ഭാര്യയായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 1, 2, 3, 4 ആകാവും. 4 വരെ നിങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് 11 വരെ കെട്ടാമായിരുന്നു. പുള്ളി 13 കെട്ടിയിട്ടുണ്ടെന്നും വെച്ചാൽ വേറെ ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചതായിട്ടും വേറെ ഒരു ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും പോട്ടെ, 11 11. എന്തേ അനുയായികളോട് 4 ഒതുക്കാൻ പറഞ്ഞു? മുഹമ്മദിന് 11 കെട്ടാം, അനുയായികൾക്ക് 4 പറ്റുള്ളൂ. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഒരു മകളെ നിങ്ങളൊരു 3 ഭാര്യമാരുള്ള ഒരു മനുഷ്യന് 4ാമത്തെ ഭാര്യയായിട്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുമോ? ഒരിക്കലും നിങ്ങൾ ചെയ്യില്ലല്ലോ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അന്നേരം അങ്ങനെ ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾക്ക് എന്തേ മുഹമ്മദിന്റെ മാതൃക വേണ്ടേ? മുഹമ്മദ് നബി കാണിച്ച മാതൃക ഉണ്ട്. കൂടാതെ മുഹമ്മദ് നബി ഭാര്യമാരെ കൂടാതെ 100 കണക്കിന് വെപ്പാട്ടികളെ കൊണ്ട് വീട്ടിൽ വെച്ച് ഭോഗിച്ചിരുന്നു. അടിമ സ്ത്രീകൾ എന്ന പേര്. അടിമച്ചന്തയിൽ പോയി മേടിക്കുക, വീട്ടിൽ വന്ന് ഭോഗിക്കുക. അതും ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്. വാല അസ്വാജുഹും ഔമാ മലക്കത്ത് ഐമാനുഹും എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ വലങ്കൈ ഉടമ്പപ്പെടുത്തിയ അടിമ സ്ത്രീകളും. മനസ്സിലായോ? അപ്പൊ ഈ അടിമ സ്ത്രീകൾക്ക് കയ്യോ കണക്കോ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഭാര്യമാർക്ക് 4 എന്ന് പറയുന്നുണ്ട്, പക്ഷെ അടിമ സ്ത്രീകൾക്ക് കണക്ക് പറയുന്നില്ല. അത് എത്ര വേണമെങ്കിലും ആകാം. മുഹമ്മദ് നബിക്ക് 100 കണക്കിന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഭോഗിച്ചിരുന്നു. നിങ്ങൾ എന്തേ ചെയ്യുന്നില്ല? താഴെ കേരളൈറ്റ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. എന്താ ഈ കേരളൈറ്റിനെ പോലുള്ളവർ മുസ്ലിമീങ്ങൾ, അല്ലെ നമ്മുടെ ഉക്രൈൻ സലീമിനെ പോലുള്ളവർ, അല്ലെ നമ്മുടെ MM അക്ബറിനെ പോലുള്ളവർ, അല്ലെ നമ്മുടെ സാക്കിർ നായിക്കിനെ പോലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ അലിയാർ കാസിമിയെ പോലുള്ളവർ, ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ. മുജാഹിദ് ബാലിശ്ശേരി യൂട്യൂബ് മൗലവിമാർ ഒരുപാട് കണ്ടിട്ടില്ലേ? രാവിലെ മുതൽ ഇങ്ങനെ ഇസ്ലാമിന്റെ മഹത്വം വിളമ്പി യൂട്യൂബിൽ നിന്നും കാശ് മേടിച്ച് അരിമേടിക്കുന്ന ഒരുപാട് മൗലവിമാർ നിങ്ങൾക്കുണ്ടല്ലോ. ആ വീട്ടിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. അവരുടെ മക്കളെ ഒരു 3 കെട്ടി ഒരുത്തിന് 4ാമത്തെ ഭാര്യയായിട്ടാണോ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്? അവരുടെ പെങ്ങന്മാരെ എങ്ങനെയാണോ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്? ഇനി അവരെങ്ങനെയാണോ കെട്ടിയിരിക്കുന്നത്? അവരുടെ വീട്ടിൽ ഇവരുടെ ഭാര്യമാരെ കൂടാതെ അടിമ സ്ത്രീകളെ വെച്ച് ഭോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം. മുഹമ്മദിന്റെ മാതൃകയല്ലേ? പിന്നെ മുഹമ്മദിന് ശരീരദാനം, അത് പിന്നെ മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടല്ല കൊടുത്താണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ മുഹമ്മദ് നബിക്ക് തോന്നുകയാണ് ആ പെണ്ണുമായിട്ട് ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ആ പെണ്ണിന്റെ ശരീരം എനിക്ക് ഒരു ദിവസത്തേക്ക് വേണം എന്ന് മുഹമ്മദ് നബിക്ക് തോന്നിക്കഴിഞ്ഞാൽ മുഹമ്മദ് നബി ചെന്ന് ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ആ പെണ്ണിന്റെ ശരീരം മുഹമ്മദ് നബിക്ക് കൊടുക്കാൻ നിർബന്ധിതയാവുകയാണ്. മനസ്സിലായോ? അതിനാണ് ശരീരദാനം എന്ന് പറയുന്നത്. ഖുർആൻ 4:4 നിങ്ങൾക്ക് വ്യക്തമായിട്ടത് അറിയാം. അൽ നിസാ 4-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾക്ക് എടുത്താൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തിരിക്കുന്ന സ്ത്രീകളെ ആരൊക്കെയാണെന്ന്. ഇതുകൂടാതെ ഈ ഇനിയും ഇന്നത്തെ കാലത്തേക്ക് വരാം. നിങ്ങൾ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റുന്നവരാണെങ്കിൽ നിങ്ങളുടെ വാപ്പയുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ പറയുന്നത്, സ്വന്തം അച്ഛന്റെ അനിയന്റെ മക്കളെയും ചേട്ടന്റെ മക്കളെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അച്ഛന്റെ അനിയന്റെ മക്കളെയും ചേട്ടന്റെ മക്കളെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? കൊച്ചാപ്പാടെ മക്കളെ മൂത്താപ്പാടെ മകന് കെട്ടിച്ചു കൊടുക്കുമോ? ഇനി മൂത്താപ്പാടെ മകളെ കൊച്ചാപ്പാടെ മകന് കെട്ടിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കൊച്ചച്ഛനും വലിയച്ഛനും ചേട്ടനിയന്മാരും മക്കള്, അവരുടെ മക്കളെ നിങ്ങൾ അന്യോന്യം കെട്ടിക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കെട്ടിക്കുന്നുണ്ടോ? കെട്ടിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് അത് പെങ്ങളാണല്ലേ? ഇവിടെ നിങ്ങൾക്ക് അത് പെങ്ങളാ. പക്ഷെ മുഹമ്മദിന്റെ മാതൃകയാണ്. മുഹമ്മദിനെ അത് പെങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിമിനോട്. അല്ല പറഞ്ഞിട്ടില്ല അത് പെങ്ങളാണെന്ന്. കൊച്ചച്ഛന്റെ മകളെ വലിയച്ഛന്റെ മകന് കെട്ടാം, വലിയച്ഛന്റെ മകളെ കൊച്ചച്ഛന്റെ മകന് കെട്ടാം. മനസ്സിലായോ? അവിടെ അത് മുസ്ലിമിന് പെങ്ങളല്ല. പക്ഷെ എന്തേ നിങ്ങൾ കേരളത്തിൽ അങ്ങനെയൊന്നും കെട്ടിക്കാണുന്നില്ലല്ലോ? കേരളത്തിൽ ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. കൊച്ചാപ്പാടെ മകളെ മൂത്താപ്പാടെ മകളെ കൊച്ചച്ഛന്റെ കൊച്ചാപ്പാടെ മകളോ ഒന്നും പോയി കെട്ടിക്കാണുന്നില്ല. അതായത് എന്റെ മകളെ എന്റെ അനിയന്റെ മകൻ കെട്ടുന്നു, അല്ലെങ്കിൽ എന്റെ അനിയന്റെ മകളെ എന്റെ അനിയന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ കെട്ടുന്നില്ല. അതൊക്കെ മുസ്ലിമിന്റെ മാതൃകയാണ്, മുഹമ്മദിന്റെ മാതൃക. നിങ്ങൾ എന്തേ സ്വീകരിക്കുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് അത് ധാർമ്മികതയല്ല, അധാർമികതയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങളെ? അത് അധാർമികതയാണ്. മുഹമ്മദ് കാണിച്ച ഇതൊക്കെ അധാർമികതയാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ ധാർമ്മികത നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇത് അധാർമികമാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്യുന്നില്ല, ഇല്ലേ? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അങ്ങനെ ഒന്നും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അത് അധാർമികമാണ്. 5 വയസ്സുള്ള കൊച്ചിനെ 53കാരന് കെട്ടിച്ചു കൊടുക്കുന്ന അധാർമികമാണ്. അത് ധാർമ്മികതയല്ല.
ഇല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഖുർആനാണോ, നിങ്ങളുടെ അള്ളാഹു ആണോ, നിങ്ങളുടെ മുഹമ്മദ് ആണോ, അതോ ഈ ഭാരത മഹാരാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണോ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നത്? അതോ നിങ്ങളുടെ ഉസ്താദന്മാരാണോ പഠിപ്പിച്ചു തന്നത്? അല്ലല്ലോ മുസ്ലിം സഹോദരങ്ങളെ. ഹിന്ദുക്കൾ നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഹിന്ദു അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് ധാർമ്മികമല്ല, അധാർമികതയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്യാതിരുന്നത്? ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ധാർമ്മികമായി ജീവിക്കുന്ന ഒരു ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള മുസ്ലിമുകൾ ഉള്ളത് എവിടെയാണെന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാമോ? കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല തുടങ്ങിയ ജില്ലകളിലാണ്. പക്ഷെ നിങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്കും മലപ്പുറം ജില്ലയിലേക്കും ഒക്കെ ഒന്ന് പോയി നോക്കിയേ, അവിടുത്തെ മുസ്ലിമീങ്ങളുടെ രീതി ഒന്ന് പോയി നോക്കിയേ. അവിടെ ഏതെങ്കിലും ഒരു 10 വീട് നോക്കിക്കഴിഞ്ഞാൽ 5-8 വീട്ടിലും ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യമാരെ കുട്ടികളുമായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ 3 കെട്ടിയവന് 4ാമത്തെ ഭാര്യയായിട്ട് പോയി നിൽക്കുന്ന ഭാര്യമാരെ കാണാൻ സാധിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? പക്ഷെ ഇവിടെ ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലകളിലൊന്നും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തെക്കൻ ജില്ലകളിലേക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ. കാരണം എന്താണ്? അവരുടെ അടുത്ത് താമസിക്കുന്ന ഒരു ഭൂരിപക്ഷവും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ താമസിക്കുന്നുണ്ട്. അവർ പകർന്നു കൊടുത്ത ധാർമ്മികത ഇവർക്ക് കിട്ടി, അവർ പകർന്നു കൊടുത്ത മൂല്യങ്ങൾ ഇവർക്ക് കിട്ടി. അതുകൊണ്ട് അവരെ പോലെ ഇവരും വിദ്യാസമ്പന്നരായി. പക്ഷെ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല. അവരുടെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്നു, കൂടെ കിടക്കുന്നു എല്ലാം മുസ്ലിമീങ്ങളായി പോയി. ഈ മദ്രസാമണ്ഡത്തരം പഠിപ്പിച്ച മുസ്ലിമീങ്ങൾ, മദ്രസാമണ്ഡത്തരം പഠിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ മാത്രമായി പോയി. ധാർമ്മികതയോ മൂല്യങ്ങളോ അറിയാവുന്ന ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ അയൽവക്കക്കാരായി വന്നില്ല. അതുകൊണ്ട് അവർക്ക് ധാർമ്മികത മനസ്സിലായില്ല. മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ കാലം പുരോഗമിച്ചു. ഇന്റർനെറ്റ് ഒക്കെ മുമ്പിൽ വന്നു, വിരൽത്തുമ്പിൽ അറിവ് കിട്ടാൻ തുടങ്ങിയപ്പോൾ മറ്റ് ലോകത്തിന്റെ എല്ലാ മൂലകളിൽ നിന്നും നിങ്ങൾ അറിവുകൾ സമ്പാദിച്ചു. അപ്പോൾ ധാർമ്മികത എന്താണ്, അധാർമികത എന്താണ് എന്ന് മനുഷ്യന് മനസ്സിലായി, മുസ്ലിമീങ്ങൾക്കും മനസ്സിലായി. ഖുർആൻ 2:223 പറയുന്ന ഒരു വാക്യമാണ് നിസാഉക്കും ഹർഷുല്ലുക്കും ഫഊതു ഹർഷുക്കും അന്നാശിഅ്തും. അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങളാകുന്നു. ആ കൃഷിത്തോട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാം. മനസ്സിലായോ? ഈ ഒരായത്ത് ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വെച്ച് ഒരു മൗലവിക്കട്ട് ഒരു പെണ്ണ് തല്ലുന്നുണ്ട്. സൗദി അറേബ്യയിൽ നടന്ന സംഭവമാണ്. ഒരു പെണ്ണ് ഒരു മൗലവിയുടെ മുഖത്തിന്റെ അടിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ യൂട്യൂബ് വീഡിയോ ഞാൻ എടുത്ത് ശരിക്കും പരിശോധിച്ചപ്പോഴാണ് ആയത്ത് എനിക്ക് മനസ്സിലായി. മൗലവി പെണ്ണുമായിട്ട് സംസാരിക്കുമ്പോൾ മൗലവി ഈ ആയത്ത് പെണ്ണിന്റെ മുമ്പിലേക്ക് ഊതിക്കൊടുക്കും. സൗദി അറേബ്യയിലെ ഒരു മുസ്ലിം പണ്ഡിതനാ. മൗലവി ഈ ആയത്ത് ഈ പെണ്ണിന്റെ മുമ്പിൽ ഓതുകയാണ്. അപ്പൊ പെണ്ണ് ഇറങ്ങി വെച്ച് കൊടുക്കുകയാണ് അടി. ഈ ഈ മൊയ്ലിയാറുടെ കയറിനെക്കുറ്റി ചേർത്ത്. പണ്ടായിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നു. ഇതൊരു 10-15 കൊല്ലം മുമ്പായിരുന്നു, 10 കൊല്ലം മുമ്പായിരുന്നാലും കൊടുക്കില്ലായിരുന്നു. പെണ്ണടിക്കില്ലായിരുന്നു. അടിച്ചാ പെണ്ണ് ജയിലിൽ പോയാനെ. പക്ഷെ ഇന്ന് പോയില്ല. കാരണം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഒരു കുറച്ചൊക്കെ വിവരമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. അവനാണ് പെണ്ണുങ്ങളോട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളാൻ പറഞ്ഞത്. അവനാണ് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുത്തത് അവിടെ വണ്ടി ഓടിക്കാൻ. അതുകൊണ്ടാണ് ആ പെണ്ണ് ധൈര്യം വെച്ച് അടിച്ചത് ആ മൗലവിക്കട്ട്. പണ്ടായിരുന്നു അടിക്കില്ലായിരുന്നു. കാരണം ഒരു പണ്ഡിതനെ തല്ലിക്കഴിഞ്ഞാൽ പെണ്ണ് നരകത്തിലേക്ക് പോകുന്ന പെണ്ണ. അപ്പൊ ആ പെണ്ണെ കൊണ്ട് ജയിലിൽ കൊണ്ടേ ഇടും. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ ഈ ധാർമ്മികത, മറ്റുള്ള മുസ്ലിമീങ്ങൾ ധാർമ്മികത പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഓർമ്മ വേണം. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്കൊന്ന് വരാം. മുഗളന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യവും രാമനും. അതെ, ഇപ്പം സുഡാപ്പികൾ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്, പള്ളിപ്പറമ്പിൽ രാമൻ. അയോധ്യയിൽ ശ്രീരാമപ്രതിഷ്ഠ വന്നതിന് ശേഷം സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന പള്ളിപ്പറമ്പിൽ രാമൻ. അപ്പോൾ ഈ 500 കൊല്ലം എവിടെയാണ്, ഏത് പറമ്പിലാണ് മസ്ജിദ് ഇരുന്നത്? മുഹമ്മദ് ഇരുന്ന ഏത് പറമ്പിലാണ്? അമ്പലപ്പറമ്പിലല്ലേ മുസ്ലിമീങ്ങളെ? ഈ ബാബർ എവിടെ നിന്നാണ് വരുന്നത്? ബാബർ അധിനിവേശം നടത്തുകയാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന മുഗള രാജവംശത്തിൽപ്പെട്ടവനാണ് ബാബർ. ഈ ബാബർ ഇന്ത്യയിൽ വന്ന് അധിനിവേശം നടത്തി അമ്പലപ്പറമ്പിൽ കയറി അമ്പലം പൊളിച്ചു കളഞ്ഞ അവിടെ പള്ളി പണിതു. അപ്പൊ അവിടെ മുഹമ്മദിനെ കുടിയിരുത്തിയത് ഏത് പറമ്പിലാണ്? അമ്പലപ്പറമ്പിലല്ലേ 500 കൊല്ലത്തോളം മുഹമ്മദിനെ കുടിയിരുത്തിയത്. ആ കുടിയിരുത്തിയത് അത് അവര് പൊളിച്ചു കളഞ്ഞു. പിന്നെ അവരമ്പലം പണിത് അവര് തിരിച്ചെടുത്തു. അത് അവരുടെ കഴിവാണ്. ഇന്ന് ജൂതന്മാര് ജെറുസലേം തിരിച്ചെടുക്കാൻ പറ്റാത്ത ജൂതന്മാരുടെ കഴിവുകേടാണ്. നിങ്ങൾ ഒന്നും വേണ്ട, കഅബ, മുസ്ലിമീങ്ങളുടെ കഅബ ആരുടെ ദേവാലയമായിരുന്നു? സുഡാപ്പികളെ, നിങ്ങൾ ചരിത്രം പഠിക്കണം. പേഗൻ മതക്കാരുടെ ദേവാലയമായിരുന്നു അത്. മുഹമ്മദിന്റെ ആവിർഭാവ കാലത്ത് മക്കയിലെ പ്രബല മതമായിരുന്നു പേഗൻ മതം. ആ പേഗൻ മതത്തിന്റെ ആരാധനാലയമായിരുന്നു കഅബ. നിങ്ങൾ ഇന്ന് ഹജ്ജിന് പോകുന്ന കഅബ.
ആ കഅബ പേഗൻ മതക്കാരെ ആക്രമിച്ച് കീഴടക്കി മുഹമ്മദ് അവിടെ പ്രവാചകനായതിനു ശേഷം മക്ക ഉപദ്വീപിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ ഭരണാധികാരിയായതിനു ശേഷം ഈ പേഗൻ മതക്കാരെ ആട്ടി ഓടിച്ചവരെ ആക്രമിച്ച് കൊലപ്പെടുത്തി പേഗൻ മതക്കാരുടെ ക്ഷേത്രമായിരുന്ന കഅബ പിടിച്ചടക്കുകയായിരുന്നു. അതിനുശേഷമാണ് അതിനകത്തുണ്ടായിരുന്ന 359 വിഗ്രഹങ്ങളും എടുത്തു വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഒരേ ഒരു വിഗ്രഹമായ ഹജർ അൽ അസ്വദ് എന്ന കറുത്തകല്ല് മാത്രം അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രപഞ്ച സൃഷ്ടാവായിട്ട് മുഹമ്മദ് പ്രഖ്യാപിക്കുന്നത്. അന്ന് വരെ അള്ളാഹു എന്ന് പറയുന്നത് 360 മക്ക പഞ്ചായത്തിലെ 360 ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമായിരുന്നു അള്ളാഹു. ലാത്ത, മനാത്ത, ഉസ്സ, ഉബാല്, അങ്ങനെ 360ഓളം ദൈവങ്ങൾ ഉണ്ടായിരുന്നു മക്ക പഞ്ചായത്തിൽ. ആ മക്ക പഞ്ചായത്തിലെ 359 ദൈവങ്ങളെ എടുത്തു വലിച്ചെറിഞ്ഞിട്ട് ഒരേ ഒരു ദൈവമായ അള്ളാഹുവിനെ മുഹമ്മദ് എന്ത് ചെയ്തു? പ്രപഞ്ച സൃഷ്ടാവായിട്ട് പ്രഖ്യാപിച്ചു. സൂറത്തുൽ ഇഖ്ലാസിൽ മുഹമ്മദ് എഴുതി വെച്ചു, കുൽ ഹുവല്ലാഹു അഹദ്, പറയുക അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സമദ്, അവന് ആശ്രയമില്ലാത്തവനാകുന്നു, ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും മക്കളല്ല, അവന് മക്കളുമില്ല, ലം യലിദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായും മറ്റാരുമില്ല, എഴുതി വെച്ചു സൂറത്തുൽ ഇഖ്ലാസിൽ. ഈ ആയത്തിറങ്ങുന്ന മുഹമ്മദിന് ആധിപത്യം അവിടെ കിട്ടിയതിന് ശേഷമാണ്. അതുവരെ അള്ളാഹു എന്ന് പറയുന്ന 360 ദൈവങ്ങൾ ഒരു ദൈവം മാത്രമായിരുന്നു മക്ക പഞ്ചായത്തിൽ. മുഹമ്മദ് നബിക്ക് ആധിപത്യം കിട്ടി, മുഹമ്മദ് മക്ക പിടിച്ചടക്കി, ഫതഹ് മക്ക, അതായത് മക്ക വിജയം നേടിയതിനു ശേഷമാണ് മുഹമ്മദ് അള്ളാഹുവിനെ പ്രപഞ്ച സൃഷ്ടാവായിട്ട് പ്രഖ്യാപിക്കുന്നത്, അള്ളാഹുവിനെ ഏകദൈവമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു ദൈവങ്ങളുമില്ല. ഈ നമ്മളെല്ലാം ഭൂമിയും ഈ അങ്ങനത്തെ അണ്ടഘടാഹവും മനുഷ്യരുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? 7:54 ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ റബ്ബുക്കും അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർശി. നിങ്ങളുടെ നാഥനായ അള്ളാഹു 6 ദിവസം കൊണ്ട് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു, അതിനുശേഷം സിംഹാസനസ്ഥനായി, അല്ലെങ്കിൽ അതിനുശേഷം കസേരയിൽ കയറിയിരുന്നു. കാരണം പഴയ നിയമം ബൈബിളിൽ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുഹമ്മദിനെ കോപ്പിയടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെന്താക്കി യഹോവയുടെ സ്ഥാനത്ത് അള്ളാഹുവിനെ കുടിയിരുത്തിയിട്ട് പറഞ്ഞു അള്ളാഹു ആണ് പ്രപഞ്ച സൃഷ്ടാവ്. അതിനാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യത്തെ വളച്ചൊടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ 6 ദിവസം കൊണ്ട് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം കസേരയിൽ കയറിയിരുന്നു എന്ന് ആ വാക്യത്തെ വളച്ചൊടിച്ച് ഇവിടെ കൊണ്ടിരുത്തി യഹോവയെ അള്ളാഹുവായിട്ട് പ്രഖ്യാപിച്ചു. മനസ്സിലായോ? പ്രപഞ്ച സൃഷ്ടാവായിട്ട് അള്ളാഹുവിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ അങ്ങനെ ആ ഒരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഈ ബാബർ ഇന്ത്യ മഹാരാജ്യത്ത് വന്നുവെച്ച് ഇവിടെ അധിനിവേശം നടത്തി അയോധ്യയിൽ വന്നു കൂടി അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം പൊളിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു മസ്ജിദ് കൊണ്ടു. അത് KK മുഹമ്മദ് എന്ന് പറഞ്ഞ അതിലെ പുരാവസ്തു ഗവേഷണം നടത്തിയ KK മുഹമ്മദ് മലയാളിയാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, ആ മസ്ജിദ് ഇരുന്നിടത്ത് അമ്പലത്തിന്റെ അവശിഷ്ടം ഉണ്ടായിരുന്നു, ഞാനത് നേരിൽ കണ്ടു എന്ന് KK മുഹമ്മദ് എന്ന് പറയുന്ന ആ പുരാവസ്തു ഗവേഷകൻ. അവിടെ പുരാവസ്തു ഖനനം നടത്തിയ മെമ്പർമാരിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അംഗീകൃത ഉണ്ടായിരുന്ന മെമ്പർമാരിൽ ഒരാളായിരുന്ന KK മുഹമ്മദ് എന്ന് പറയുന്ന മലയാളി എന്നെ പറഞ്ഞു, ഞാൻ അതിൽ മസ്ജിദിന്റെ അമ്പലത്തിന്റെ അവശിഷ്ടം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അവരെന്നെ തിരിച്ചു പിടിച്ചതിന് എന്താണ് കുഴപ്പം? നിങ്ങൾ പേഗൻ മതക്കാരുടെ ക്ഷേത്രമായ കഅബ നിങ്ങൾ തിരിച്ചു പിടിച്ച് നിങ്ങൾ മുസ്ലിങ്ങളുടെ ആരാധനാലയമാക്കി, നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുമോ? കൊടുക്കുന്നില്ലല്ലോ. ജെറുസലേം ദേവാലയത്തിനകത്തല്ലേ അൽ അക്സ മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ജൂതന്മാരുടെ ദേവാലയമായ ജെറുസലേം ദേവാലയത്തിന്റെ മുകളിൽ അൽ അക്സ മോസ്ക് കെട്ടിപ്പൊക്കിയത് ആരാണ്? അത് അധിനിവേശം നടത്തി അൽ അക്സ മോസ്ക് കെട്ടിപ്പൊക്കിയത് ആരാണ്? ഖലീഫ ഉമറാണ്. നിങ്ങളുടെ 3-ാം ഖലീഫയായ ഉമറായിരുന്നു. മനസ്സിലായോ? 2-ാം ഖലീഫയായ ഉമറായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയും അധിനിവേശം നടത്താം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ച് നിങ്ങളുടെ ആരാധനാലയങ്ങൾ പണിയാം. പക്ഷേ നിങ്ങൾ അധിനിവേശം നടത്തി നിങ്ങൾ പൊളിച്ചു കളഞ്ഞ ആരാധനാലയങ്ങൾ വീണ്ടെടുത്ത് മറ്റുള്ള മതക്കാർക്ക് അവിടെ അവരുടെ ആരാധനാലയം പണിയാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് സുഡാപ്പികളെ? എന്ത് നീതിയാണുള്ളത് സുഡാപ്പികളെ? ഓക്കെ, താങ്ക് യു.